ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ്. മക്കളെ, എന്തുണ്ട്? സുഖമല്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുന്നെന്ന് കരുതുന്നു. സ്കൂളിൽ നിങ്ങൾ ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സൈലത്തിൽ ഓൾറെഡി ഈ ചാപ്റ്റർ നമ്മൾ അതിഗംഭീരമായി തന്നെ പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് അടങ്ങുന്ന ആക്ടിവിറ്റി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? എല്ലാവരും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ആക്ടിവിറ്റി അക്രോസ് കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവരായിരിക്കും. തീർച്ചയായിട്ടും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കി തരാം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യാം. ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന ചാപ്റ്ററിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, മൈക്രോ ഓർഗാനിസം കണക്ഷൻ വിത്ത് ഫുഡ് എന്ന രീതിയിൽ നമുക്ക് ഈസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഈസ്റ്റിന്റെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ എക്സ്പെരിമെന്റ് സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 ബൗൾ എടുക്കണം, 2 പാത്രങ്ങൾ, 2 ബൗൾ നമ്മൾ എടുക്കണം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, 2 ബൗൾ. ആ 2 ബൗളിനെ ഒന്നിന് എ എന്നും ഒന്നിന് ബി എന്നും രേഖപ്പെടുത്തുക. ഓക്കെ, ഒന്നിന് എ എന്നും, ഒരു ബൗൾ എ ആണ്, മറ്റൊരു ബൗൾ ബി ആണ്. 2 ബൗളാണ് എ ആൻഡ് ബി. ഓക്കെ, എന്നിട്ട് ഈ 2 ബൗളിലും എന്തൊക്കെ നിറക്കുന്നു, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് പഠിക്കണം. 2 ബൗളിലും നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഫ്ലോർ. അത് മാവ്, എന്തെങ്കിലും മാവാവാം, അരിയോ ഗോതമ്പോ എന്തെങ്കിലും ഒരു മാവ്. നമ്മൾ ഈ 200 ഗ്രാം ഫ്ലോർ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. പൊടി നമ്മൾ ആഡ് ചെയ്യണം. 200 ഗ്രാം പൊടിയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് നോക്കാം. എന്നിട്ട് എയിലും മാത്രം, ഇത് രണ്ടും എയിലും ബിയിലുള്ളതാണ്. എയിലും ബിയിലുമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലോറും പിന്നെ പഞ്ചസാരയും രണ്ടിലും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എയിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈസ്റ്റ്. എയിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? എയിലേക്ക് മാത്രമാണ് നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈസ്റ്റ് എന്താ നമുക്കറിയാം, യൂണിസെല്ലർ ഫംജയാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈസ്റ്റ് പൗഡർ നമ്മൾ വാങ്ങിച്ച്, ഈസ്റ്റ് പൗഡർ നമ്മൾ എവിടെ മാത്രമാണ്? എയിൽ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം, എ എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിൽ നമുക്കിപ്പോൾ എന്തെല്ലാം ഉണ്ട്? 200 ഗ്രാം ഫ്ലോർ ഉണ്ട്. ശരിയല്ലേ? എ എന്ന് പറയുന്ന പാത്രത്തിന്റെ കേസാണ് ഞാൻ പറയുന്നത്. എ എന്ന് പറയുന്ന പാത്രത്തിൽ 200 ഗ്രാം ഫ്ലോർ ഉണ്ട്. പിന്നെ നമുക്കെന്ത്? എ പിഞ്ച് ഓഫ് ഷുഗർ ഉണ്ട്, അല്ലെ? എ പിഞ്ച് ഓഫ് ഷുഗർ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് മാത്രമായിട്ട് ആഡ് ചെയ്തത് ഈസ്റ്റ് ആണ്. ശരിയല്ലേ? എന്നാൽ ബി എന്ന് പറയുന്ന ആ ഒരു പാത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് 200 ഗ്രാം ഫ്ലോർ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് എ പിഞ്ച് ഓഫ് ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ എന്ത് രണ്ടാമത് ആഡ് ചെയ്തില്ല? മൂന്നാമതായി നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി രണ്ടിലും നമ്മളിപ്പോ ബൗൾ ബിയിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 2 പാത്രത്തിൽ നമ്മൾ വാം വാട്ടർ, ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കുക. ഓക്കെ, നെറ്റ് ബോത്ത് വിത്ത് വാം വാട്ടർ ടു മേക്ക് സോഫ്റ്റ് ഡവ്. അപ്പൊ നല്ല മാർദ്ദവമായ സോഫ്റ്റ് ആയ ഡവ് ആയിട്ട് മാറ്റും. നന്നായിട്ടൊന്ന് കുഴക്കുക. ഓക്കെ, ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു. ഇതിനൊരു നനഞ്ഞ തുണി എടുത്തിട്ട് കവർ ചെയ്ത് വാം പ്ലേസിൽ വെക്കാം. ഓക്കെ, വാം പ്ലേസിൽ വെക്കുക. ഒരു നനഞ്ഞ തുണി എടുത്ത് കവർ ചെയ്തിട്ട്, ഈ ഒരു സെറ്റപ്പ് കവർ ചെയ്തിട്ട് ഒരു വാം പ്ലേസിൽ നമ്മൾ വെക്കാം. ഒരു 4 മുതൽ 5 മണിക്കൂറിന് ശേഷം ഡിഫറൻസസ് നോട്ട് ചെയ്യാം. ഒരു 4-5 മണിക്കൂറിന് ശേഷം ഇവിടെ ഉണ്ടാവുന്ന ഡിഫറൻസസ് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എക്സ്പെരിമെന്റ് സെറ്റപ്പ് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ക്ലിയർ അല്ലേ? 2 പാത്രം എടുത്തു. 2 പാത്രത്തിൽ ഒരുപോലെ 200 ഗ്രാം ഫ്ലോറും പിഞ്ച് ഓഫ് ഷുഗറും ആഡ് ചെയ്തു. എന്നാൽ ബൗൾ എയിൽ മാത്രമാണ് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. ബൗൾ ബിയിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് 2 പാത്രത്തിലും ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡവാക്കി ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വാം പ്ലേസിൽ വെച്ച് ഒരു 4-5 മണിക്കൂറിന് ശേഷം നമ്മൾ ഡിഫറൻസസ് നോട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഡിഫറൻസസ് ഓൾറെഡി ഇവിടെ പോർട്രേഡ് ആണ്. എന്താ കാണുന്നത്? ബൗൾ എയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇനിഷ്യൽ വോളിയം ഓഫ് ഫ്ലോർ അല്ലെങ്കിൽ ഇനിഷ്യൽ വോളിയം ഓഫ് ഡവിന്റെ ഒരു 2 മുതൽ 3 വോളിയം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡവ് റൈസ് ചെയ്തിട്ട് കാണാം, അല്ലേ? എന്നാൽ ബിയിൽ അത്ര കണ്ട് അങ്ങനെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളോ അവിടെ നമുക്ക് ബിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല.
എയിലാണെങ്കിൽ ആ മാവ് ഉയർന്നുകൊണ്ട് ആ ഇനിഷ്യൽ വോളിയത്തിന്റെ ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് വോളിയത്തിലേക്ക് പിന്നെ വന്നിട്ടുണ്ടാവും. മാത്രമല്ല ഇവിടെ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ല്, ഒരു ഡിസ്റ്റിന്റ് സ്മെല്ല് നമുക്ക് എ എന്ന് പറയുന്ന ബൗളിൽ നമുക്ക് ആ ഒരു ഡവിൽ നമുക്ക് ഫീൽ ചെയ്യും. ആകെ ഡിഫറൻസസ് എന്താ? എയിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ബിയിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ സംഗതികൾ നടക്കുന്നുണ്ട്, അതാണ് സത്യം. അപ്പൊ ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഗതികളുണ്ട്, അതാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഒബ്സർവേഷൻ? എഗെയിൻ മൂവിങ് ടു ദ ഒബ്സർവേഷൻ. എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്സർവേഷൻ? ബൗൾ എയിലെ ഡവ് റൈസ് ചെയ്യും, അതിന്റെ വോളിയം കൂടുന്നുണ്ട്, ഫ്ലഫി ആവും, സോഫ്റ്റ് ആവും, പിന്നെ നല്ല ക്യാരക്ടറിസ്റ്റിക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്കതിന് ഫീൽ ചെയ്യും. എന്നാൽ ബൗൾ ബിയിലുള്ള ഡവിനാണെങ്കിലോ അവിടെ ഈസ്റ്റ് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അവര് അങ്ങനെയുള്ള ചേഞ്ചുകളൊന്നും തന്നെ അവിടെ വിസിബിൾ ആവില്ല. കുഴച്ച് വെച്ചൊരു മാറ്റം ഉണ്ടാവും, അതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും തന്നെ അവിടെ നമുക്ക് നേരത്തെ നമ്മൾ എയിലുള്ള ബൗളിലുള്ള മാറ്റത്തെ പോലൊരു മാറ്റവും നമുക്കൊന്നും അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ കാരണം എന്താ? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം ആണ്, ഫംഗൈ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ആളാണ്. അപ്പൊ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗൈ ആണ് ഈസ്റ്റ്. സാധാരണ ഫംഗസുകളെല്ലാം മൾട്ടി സെല്ലുലാർ ആണ്, എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗൈ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈസ്റ്റ് ആണ്. വാം കണ്ടീഷനിൽ നല്ല രീതിയിൽ തന്നെ വളരാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്കുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, ഈസ്റ്റ് റെസ്പയർ ചെയ്യും, അനേറോബിക് റെസ്പിറേഷൻ ആണ്, വിത്തൗട്ട് ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ ഇവര് റെസ്പയർ ചെയ്യും. അങ്ങനെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഫുഡ് എന്ന് പറയുമ്പോൾ ഷുഗർ, നമ്മളെ ആ ഡവിൽ നമ്മൾ അടുത്തിരിക്കുന്ന ആ മാവ് കുഴച്ചുണ്ടാക്കുന്ന ഡവിൽ നമ്മൾ ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഷുഗറിൽ ഫീഡ് ചെയ്ത് ആ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ആ മാവ്, ആ ഡവിനകത്ത് നിറഞ്ഞിരിക്കുന്ന ആ കുഴച്ച മാവിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറയുമ്പോഴാണ് ഇതിന്റെ വോളിയം അങ്ങ് കൂടുന്നത്. മാത്രമല്ല ഇത് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഫ്ലഫി ആയിരിക്കും. അതിന്റെ കാരണം ആ ഫെർമെന്റേഷൻ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന ഒരു ഫെർമെന്റേഷൻ ആണ്. അവിടെ ഈസ്റ്റ് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് ഫെർമെന്റേഷൻ ആണ്. ഇത് അനേറോബിക് റെസ്പിറേഷൻ ആണ്. ആ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് ഡവിനെ റൈസ് ചെയ്ത് ഡവിനെ സോഫ്റ്റ് ആക്കി നിന്ന് മാറ്റുന്നത്. അപ്പൊ ആ ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ CO2 മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക, അവിടെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്തനോൾ, ഒരു ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ അളവിലായിരിക്കും, സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആക്ച്വലി ആ ഒരു സ്മെല്ലിന് കാരണമായിട്ട് വരുന്നത്. ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇപ്പൊ ബേക്കറികളിൽ ബ്രെഡും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റിന് ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഈ ഈസ്റ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഫെർമെന്റ് ചെയ്തുകൊണ്ട് ആ ഡവ് റൈസ് ചെയ്യാനും അതിന്റെ മാവ് റൈസ് ചെയ്യാനും ബ്രെഡും കേക്കും ഒക്കെ സോഫ്റ്റ് ആക്കാനും ഫ്ലഫി ആക്കാനും. അപ്പൊ നമ്മളിപ്പോ ബ്രെഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ എയർ പിന്നെ സ്പേസസ് കാണാം. എന്താ? നമ്മൾ ഈ ഡവിനെ നമ്മൾ അവനിലിട്ട് ചൂടാക്കുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പഡ് അല്ലേ, ചൂടാക്കുന്ന സമയത്ത് ഈ ചൂട് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്കേപ്പ് ചെയ്യാൻ അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. അപ്പൊ അതാണ് നമുക്ക് ടെക്സ്ചർ ആയിട്ട് കാണുന്നത്. ഓക്കെ, പിന്നെ മറ്റു ചില മൈക്രോ ഓർഗാനിസമായ ലാക്ടോബാസിലസ്, അതൊരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അത് ഇഡലി, ദോശ ബാറ്റർ, ബട്ടൂറ ഇതിന്റെയൊക്കെ ബാറ്റർ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. മാവിനെ പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലാക്ടോബാസിലസ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ലൈവ് സെഷനിൽ യോധ ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾ തീർച്ചയായിട്ടും യോധ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് സാറിന് പറയാനുള്ളത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് മൺസൂണിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ നമുക്ക് ലഭ്യമാണ്. സോ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം. കാരണം യോധ ബാച്ചിൽ നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ, ഈ ഒരു അവസരം ആരും എന്ത് ചെയ്യരുത്, പിന്നെ മിസ് ചെയ്യരുത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ കാണുന്നത് പോലെ നമ്മൾ 8th CBSE യോധ ബാച്ചിന്റെ മൺസൂർ ഓഫറിന്റെ കൂപ്പൺ കോഡ് ഇതാണ്. XYMSN10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നിലവിലെ ഫീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ചാപ്റ്ററും പ്ലാൻ ചെയ്തിരിക്കുന്ന, കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ബാച്ചാണ് യോധ ബാച്ച്. യോധ ബാച്ചിൽ നിലവിൽ 3 പ്ലാനുകളുണ്ട്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണുള്ളത്. സോ ബേസ് പ്ലാനിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് ഇൻഫിനിറ്റി പ്ലാൻ മുതലാണ് കിട്ടുന്നത്. സോ മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാ ലേൺ തുടങ്ങിയ മെറ്റീരിയൽസ് നിങ്ങൾക്ക്
ഇൻഫിനിറ്റി പ്ലാൻ മുതലാണ് കിട്ടുക. ആൻഡ് ഫാൽക്കൺ ബാച്ച് എന്ന ഫൗണ്ടേഷൻ ബാച്ചിന്റെ ആക്സസ് നമുക്ക് ഇൻഫിനിറ്റി പ്രോ ബാച്ചിലാണ് കിട്ടുക. ഇവിടെ കാണുന്ന ഈ ഒരു ഫീ റേഞ്ച് എന്ന് പറയുന്നത് ഫോർ 1 ഇയർ ആണ്. അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1 ഇയറിൻ്റെതാണ്, 1 മന്തിൻ്റെ ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ അല്ല. നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും പിന്നെ ഒരു വർഷത്തെ ഫീസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ NCERT പുതിയ NCERT ഉള്ള ഇപ്പോൾ ചേഞ്ച് ആയിട്ട് NCERT ഉണ്ടല്ലോ, ആ NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ സുവർണാവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, മറ്റൊരു അവസരം വീണ്ടും കാണാം. ബൈ.